വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകിലെ തുമ്പി എന്നൊരു കഥാപാത്രത്തെക്കുറിച്ചാണ് നമ്മളിന്ന് മെയിനായിട്ട് സംസാരിക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ 2 ആഴ്ച കൊണ്ട് ഉപ്പുമുളകിൽ പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ക്യാരക്ടറാണ് തുമ്പി എന്നത്. അതായത് ഉപ്പുമുളകിലെ പുതിയ ഒരു പൂച്ച. കഴിഞ്ഞ ആഴ്ച ആദ്യം അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു കൗതുകം തന്നെയായിരുന്നു. കാരണം പുതിയതായിട്ടൊരു ക്യാരക്ടർ ചിലപ്പോൾ 1-2 എപ്പിസോഡിന് വേണ്ടി മാത്രമായിരിക്കും എന്ന രീതിക്ക്. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ടായിട്ട് ഉപ്പുമുളകിൽ വന്നു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഏകദേശം ഒരു 4-5 എപ്പിസോഡുകളോളം വെറും ആ ഒരു തുമ്പിയെ ബേസ് ചെയ്തിട്ട് മാത്രമായിരുന്നു എപ്പിസോഡുകൾ പോയിക്കൊണ്ടിരുന്നത്. അത് ചെറുതായിട്ട് ബോറടിച്ചു എല്ലാവർക്കും. കാരണം 1-2 എപ്പിസോഡ് ഇടയ്ക്ക് വരുന്നത് കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ എപ്പിസോഡിലും ഈ ഒരു തുമ്പിയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഓഡിയൻസിന് ചെറുതായിട്ടൊന്ന് ബോറടിച്ചതാണ്. പക്ഷേ ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്തത് തന്നെ ആ ഒരു ട്രാക്ക് മാറ്റി പഴയൊരു ട്രാക്കിലോട്ട് ഉപ്പുമുളകും ടീം എത്തിയിരിക്കുകയാണ്. 2 എപ്പിസോഡ് പക്ക നീറ്റായിട്ടാണ് കൊടുത്തിരുന്നത്. ഇപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോമോ ഇറങ്ങിയിട്ട് ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രോമോയിൽ തുമ്പി തന്നെയാണ് മെയിൻ പ്രമേയം. പക്ഷേ തുമ്പി ഒരു സീന് മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. തുമ്പി കാണാനില്ല എന്ന് പറഞ്ഞിട്ട് വീട്ടിലുള്ള എല്ലാവരും തിരയുന്നത് പോലത്തെ ഒരു എപ്പിസോഡാണെന്ന് വരാൻ പോകുന്നത്. അപ്പോൾ ഈ തുമ്പി എന്നൊരു ക്യാരക്ടർ അത്രത്തോളം ഇമ്പോർട്ടൻ്റായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഉപ്പുമുളകിലെ ആർട്ടിസ്റ്റുകളെ പോലെ തന്നെ ഈ ഒരു ക്യാരക്ടർക്കും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് തുമ്പി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആദ്യം കാരണമെന്ന് വെച്ചാൽ, ഇപ്പോൾ മുളകിൽ ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അധികം ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്ക്രീന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം തുമ്പി എന്നൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ അതൊരു മെയിൻ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ മുളകിൽ ഏതൊരു ക്യാരക്ടറെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലും ഉടനെ നല്ലൊരു ഫാൻ ബേസ് അവർക്കും ഉണ്ടാകുമെന്ന്. ഇപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു തുമ്പി പൂച്ചയ്ക്കും ഇപ്പോൾ അധികം വൈകാതെ തന്നെ ഫാൻ ബേസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മൾ തന്നെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ആഴ്ചത്തെ എപ്പിസോഡിൽ വെറും ആ പൂച്ചിനെ ബേസ് ചെയ്തിട്ട് പോയത് കൊണ്ട് കുറച്ച് ബോറടിച്ചു എന്നൊക്കെ. പക്ഷേ ഉപ്പുമുളകിൻ്റെ ചരിത്രത്തിൽ തന്നെ അവർ ഏറ്റവും കൂടുതൽ മെനക്കെട്ട് ഷൂട്ട് ചെയ്ത എപ്പിസോഡുകളായിരിക്കും അതെല്ലാം. കാരണം ഒരു മനുഷ്യനെ വെച്ച് ഷൂട്ട് ചെയ്യുന്ന പോലെ എളുപ്പമല്ല ഒരു മൃഗത്തെ വെച്ച് ഷൂട്ട് ചെയ്യുന്നത് എന്നത്. അതും കറക്റ്റ് ഇവർ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ പൂച്ച അതേ സമയത്ത് വന്നിരിക്കുന്നു. പാറുക്കുട്ടിയും ആ പൂച്ചയുമായിട്ടുള്ളൊരു സിങ്കും എല്ലാം ആ ഒരു എപ്പിസോഡിലൊരു ഹൈലൈറ്റ് അടിപൊളി സംഭവങ്ങൾ തന്നെയായിരുന്നു. മാത്രമല്ല പാറുക്കുട്ടിയും ആ പൂച്ചയും സംസാരിക്കുന്ന സമയത്ത് കറക്റ്റ് പൂച്ച വാ തുറക്കുന്നത് പോലെയൊക്കെ, അതായത് സംസാരിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ അവർ അതിനുവേണ്ടി എത്രത്തോളം മെനക്കെട്ടിട്ടുണ്ടാകും എന്നുള്ളത് ആ ഷോട്ടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല ഉപ്പുമുളകിൽ പുതിയൊരു ട്രാക്കും കൂടി വന്നിട്ടുണ്ട്. അതായത് പൂച്ചയും പാറുക്കുട്ടിയും അവിടെ സംസാരിക്കുന്ന പോലത്തെ ഒരു ട്രാക്കൊക്കെ. അതായത് പൂച്ച സംസാരിക്കുന്നത് പാറുക്കുട്ടിക്ക് കേൾക്കാൻ പറ്റുമെന്ന രീതിക്കുള്ളൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രാക്കൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു മെനക്കെട്ട പണി തന്നെയാണ്. പക്ഷേ അത് അത്രയും ഭംഗിയായിട്ട് ബോറടിപ്പിക്കാതെ മീൻസ് സ്റ്റോറി വൈസ് അല്ല, ആ ഒരു സീനിനെ അത്രത്തോളം മോശമാക്കാതെ കറക്റ്റ് രീതിക്കാണ് ഉപ്പുമുളകും ടീം കൈകാര്യം ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അത്രത്തോളം മെനക്കെട്ട് ഉപ്പുമുളകിന് ടീമിനൊരു ബിഗ് സല്യൂട്ട് തന്നെയുണ്ട്. അപ്പോൾ ഇനി ഉപ്പുമുളകിൽ ഉടനീളം നമുക്ക് ആ ഒരു കഥാപാത്രത്തെ എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുമാതിരത്തെ ഒരു ക്യാരക്ടറായി ഉപ്പുമുളകിൽ തുമ്പി എന്നൊരു പൂച്ച മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഉപ്പുമുളകിൻ്റെ ചരിത്രത്തിൽ ഇതുപോലത്തെ ഒരു പെറ്റ് അനിമലായിട്ട് ഇതുവരെയും അവരാരെയും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ആദ്യമായിട്ടാണ് തുമ്പിപ്പൂച്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങോട്ട് തുമ്പി എന്നൊരു പൂച്ച കണ്ടിന്യൂസ് ആയിട്ട് ഉപ്പുമുളകിൽ ഉണ്ടാകുമെന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ നല്ല ഉറപ്പായിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഉപ്പുമുളകിലത്തെ ആ പൂച്ച തുമ്പിപ്പൂച്ചയെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലത്തെ ഉപ്പുമുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.